നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എരിഞ്ഞുപോട്ടെ മധുര നഗരം, എല്ലാം തുലയട്ടെ, ഒരു മുല പിഴുതെറിയുന്നു ഞാൻ. മധുര നശിക്കട്ടെ, മധുര നശിക്കട്ടെ. ആ കണ്ണകിയുടെ ശാപം ചിലപ്പതികാരത്തിലുണ്ട്. പ്രഖ്യാതമായ ചിലപ്പതികാരം കണ്ണകിയുടെ കഥയാണ്, ഗോപാലൻ്റെ കഥയാണ്. ചിലർ പറയും അത് മാധവിയുടെ വിധിയെന്ന്, പാണ്ഡ്യരാജാവിൻ്റെ വീഴ്ചയെന്ന് മറ്റു ചിലർ. ചോഴരാജാവിൻ്റെ കഥ മാത്രമല്ല, വഞ്ചകനായ തട്ടാൻ്റെ കഥ കൂടിയാണ് ആ ചിലപ്പതികാരം. കൊട്ടാരത്തിൽ നിന്ന് ചിലമ്പ് പോലും മോഷ്ടിച്ചെടുക്കാൻ ഒരു തട്ടാന് കഴിയുന്ന വിധം ആലസാഡംബരങ്ങളിൽ ജീവിച്ച ഒരു റാണിയുടെ കഥ കൂടിയല്ലേ കണ്ണകിയുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ കണ്ണകിയുടെ ചരിത്രം മനസ്സിലാക്കണം നമ്മൾ ആറ്റുകാൽ ദേവിയെ ആരാധിക്കുമ്പോൾ. ചേര രാജവംശത്തിലെ ഇളങ്കോ അടികളാണ് തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നായ ചിലപ്പതികാരത്തിൻ്റെ സൃഷ്ടാവ്. അന്നത്തെ ചേര രാജധാനിയായ കൊടുങ്ങല്ലൂരിന് സമീപം അദ്ദേഹം ഭിക്ഷുവായി ജീവിച്ചു. സുഹൃത്തും മണിമേഖല എന്ന സംഘകാലകൃതിയുടെ കർത്താവുമായ ചാത്തനാരിൽ നിന്നാണ് ഇളങ്കോടികൾ കണ്ണകി ചരിത്രം അറിയുന്നത്. മധുരയിൽ താമസിച്ച ദമ്പതികളായിരുന്നു ഗോപാലനും കണ്ണകിയും. കാവേരി പൂമ്പട്ടണത്തിലെ ഒരു ധനികനായ വർത്തക പ്രമാണിയുടെ മകളായിരുന്നു കണ്ണകി. വിവാഹപ്രായമെത്തിയപ്പോൾ ധാരാളം സ്വത്തും പണവും നൽകി അവളെ വിവാഹം ചെയ്തയച്ചു പിതാവ്. ഗോപാലനും കണ്ണകിയും അടങ്ങിയ അവരുടെ ദാമ്പത്യം. അതിനിടയിലാണ് മാധവി എന്ന നർത്തകി വന്നു കയറിയത്. ഗോപാലന് മാധവിയോടൊരു പ്രണയം. കണ്ണകിയെയും കുടുംബത്തെയും മറന്ന് ഗോപാലൻ മാധവിക്കൊപ്പം ചേർന്നു. ഗോപാലൻ്റെ സമ്പത്തത്രയും മാധവി തകർത്ത് കളഞ്ഞു. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട ഗോപാലൻ ഒരു ദിവസം തിരികെ കണ്ണകിയുടെ അടുക്കലെത്തി. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ ഗോപാലൻ കണ്ണകിയുടെ അടുക്കലെത്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ക്ഷമ ചോദിച്ചു. കണ്ണകി അയാളെ വീണ്ടും സ്വീകരിച്ച് ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിട്ടു. തങ്ങളുടെ സമ്പാദ്യമെല്ലാം തീർന്ന ഗോപാലൻ പണത്തിനു വേണ്ടി പവിഴം നിറച്ച കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ തീരുമാനിക്കുന്നു. ഇതിനായി ഇരുവരും ഒരുമിച്ച് മധുരയിലേക്ക് പുറപ്പെടുന്നു. ആയിടയ്ക്കാണ് പാണ്ഡ്യരാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ഒരു ചിലമ്പ് കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയത്. കൊട്ടാരം തട്ടാനായിരുന്നു ഈ ചിലമ്പ് മോഷ്ടിച്ചത്. ചിലമ്പ് വിൽക്കാനായി അവർ എത്തിയത് ഇതേ തട്ടാൻ്റെ അടുക്കൽ. അവസരം മുതലാക്കി ഗോപാലനാണ് ചിലമ്പ് മോഷ്ടിച്ചത് എന്ന് തട്ടാൻ വരുത്തി തീർത്തു. നേരെ രാജകൊട്ടാരത്തിലെത്തി രാജാവിനോട് തട്ടാൻ പറഞ്ഞു. രാജകൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ചിലമ്പുമായി തൻ്റെ അടുക്കൽ ഗോപാലനെത്തി. ഇതേ തുടർന്ന് പട്ടാളക്കാർ ചിലമ്പും ഗോപാലനെയും തിരഞ്ഞ് നാട്ടിലിറങ്ങി. പാണ്ഡ്യരാജാവ് മോഷണക്കുറ്റം ചുമത്തി ഗോപാലനെ വധിക്കുന്നു. ഭർത്താവിൻ്റെ മരണവാർത്തയറിഞ്ഞ് കണ്ണകി ക്രൂദ്ധയായി. രാജസദസ്സിലെത്തിയ കണ്ണകി തൻ്റെ ചിലമ്പ് പിടിച്ചു വാങ്ങി അവിടെ തന്നെ എറിഞ്ഞുടച്ചു. അതിൽ നിന്ന് പുറത്തു ചാടിയ പവിഴങ്ങൾ കണ്ട് തെറ്റു മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപത്താൽ മരിച്ചു. എന്നാൽ പ്രതികാരദാഹിയായ കണ്ണകി അടങ്ങിയില്ല. തൻ്റെ ഇടതുമുല വലം കൈകൊണ്ട് പറിച്ചെടുത്ത് അവൾ അഗ്നിയെ സൃഷ്ടിച്ചു. ആ തീയിൽ പാണ്ഡ്യരാജധാനിയായ മധുര നഗരം വെന്ത് ചാമ്പലായി. പിന്നീട് അവൾ വൈകിയാർ കടന്നു. കണ്ണകി നേരെ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലേക്ക് വന്ന കണ്ണകി ആദ്യം ആറ്റുകാലിലും പിന്നീട് കൊടുങ്ങല്ലൂരിലും ദേവീരൂപം പ്രാപിച്ചുവെന്നാണ് വിശ്വാസം. കണ്ണകിയുടെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ അഗ്നിജ്വാലകൾ ഉയർന്ന് മധുര നഗരം ചുട്ടെരിഞ്ഞു. തുടർന്ന് കേരളത്തിലെത്തിയ കണ്ണകി നേരെ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നു. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടയിൽ അല്പനേരം ആറ്റുകാലിൽ തങ്ങി. ദേവീ ചൈതന്യം അറിഞ്ഞെത്തിയ സ്ത്രീജനങ്ങൾ വായ്ക്കുരവിയിട്ടും മൺകലങ്ങളിൽ പൊങ്കാല നിവേദിച്ചും ദേവിയെ സംപ്രീതിയാക്കി. അതിൻ്റെ അനുസ്മരണമാണ് പൊങ്കാലയെന്ന് വിശ്വാസം. ആറ്റുകാലിലെ മുല്ലവീട്ട് കാരണവർക്കുണ്ടായ ഒരു സ്വപ്ന ദർശനമാണ് ക്ഷേത്രോൽപ്പത്തിക്ക് പിന്നിൽ. സന്ധ്യാവന്ദനത്തിനായി കിള്ളിയാറിലേക്ക് പോയ കാരണവർ മറുകരയിൽ പട്ടുപാവാടയണിഞ്ഞ ഒരു ബാലിക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. നീന്തി മറുകരയിലെത്തിയ അദ്ദേഹം കുട്ടിയെയും കൂട്ടി വീട്ടിലെത്തി. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിയെത്തിയ അദ്ദേഹത്തിന് പക്ഷെ കുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല. കിള്ളിയാർ കരകവിഞ്ഞൊഴുകുന്ന കാലമായിരുന്നു അത്. കാരുണ്യ വാത്സല്യങ്ങളോടെ അദ്ദേഹം ബാലികയെ പുഴ കടത്തി. തറവാട്ടിൽ കൊണ്ടുവന്ന് അവലും മലരും ഇളനീരും നൽകി. എന്നാൽ കുട്ടി അപ്രത്യക്ഷയായതോടെ അദ്ദേഹത്തിന് വലിയ സങ്കടം. ചുറ്റുപാടൊക്കെ കുട്ടിയെ തിരഞ്ഞു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ മനസ്താപത്തോടെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. അന്ന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. താൻ സാക്ഷാൽ മഹാമായയാണെന്നും ഇവിടെ കുടിയിരിക്കുകയാണ് എന്നും ദേവി മുല്ലവീട്ടുകാരണവരെ സ്വപ്ന ദർശനത്തിൽ അറിയിക്കുന്നു.
അടുത്ത ദിവസം കാവിൽ 3 വര കാണുമെന്നും അവിടെ ക്ഷേത്രം പടിഞ്ഞ് പ്രതിഷ്ഠിക്കണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. പുലർച്ചെ തന്നെ ഉണർന്ന അദ്ദേഹം നേരെ ഓടി കാവിലേക്ക് പോയി. സ്വപ്ന ദർശനം പോലെ അവിടെ 3 വരകൾ. ദൈവജ്ഞരെ വിളിച്ച് പ്രശ്നം വയ്പ്പിച്ചപ്പോൾ സ്വപ്ന ദർശനം ശരിയാണ് എന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അനുഷ്ഠാന വിധികളോടെ ദേവീ ചൈതന്യത്തെ ഒരു ശിലയിൽ കുടിയിരുത്തി. പിൽക്കാലത്ത് ഒരു മരം വീണ് ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ബദരീനാഥത്തിലെ പൂജാരിയും പ്രസിദ്ധ ജ്യോത്സ്യനുമായിരുന്ന ശങ്കര ജ്യോത്സ്യർ അന്ന് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന കാലം. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠ നടന്നത്. തടിയിൽ നിർമ്മിച്ച ചതുർബാഹുവായ വിഗ്രഹത്തിൽ നേപ്പാളിലെ കണ്ഠകി നദിയിൽ നിന്നുള്ള സാളരാമങ്ങൾ നിറച്ചിരുന്നു. വാൾ, പരിച, ശൂലം, കങ്കാളം എന്നിവ ധരിച്ച രൂപത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠ. ഇക്കാലത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ക്ഷേത്ര ഭരണം ഏറ്റെടുത്തു. പിന്നീടങ്ങോട്ട് പ്രസിദ്ധിയുടെയും പുരോഗതിയുടെയും ഒക്കെ ദിനങ്ങളായിരുന്നു ആറ്റുകാൽ ദേവിക്ക്. ദാരുവിഗ്രഹത്തിൽ സ്വർണം പതിപ്പിച്ച് പൊങ്കാലയുടെ പ്രസിദ്ധി അങ്ങനെ നാടെങ്ങും പരന്നു. കണ്ണകിയും മാധവിയും ഗോപാലനും മാത്രമല്ല, ആ ഭടനും തട്ടാനും റാണിയും അന്ധരായ ഭരണക്കാരുമൊക്കെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. അവരിൽ ചിലർ നാടിനു തന്നെ തീപിടിക്കാൻ കാരണമാകുന്നു. ഇന്നും കണ്ണകിമാർ നമുക്ക് ചുറ്റും ജീവിക്കുന്നു. മാധവിമാർ ഗോപാലന്മാരെ വശത്താക്കുന്നു. അന്ന് മധുര പാണ്ഡ്യരാജ്യത്തിലെ തട്ടാനെ പോലെയുള്ളവർ ഇന്നും മോഷണങ്ങൾ തുടരുന്നു. നിരപരാധികളെ വേട്ടയാടുന്ന ഭരണാധികാരികൾ ഇന്നും നാട് ഭരിക്കുന്നു. രാജകൊട്ടാരത്തിൽ മാത്രമേ ചിലമ്പുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഭരണാധികാരികൾ. കണ്ണകിമാരുടെ കണ്ണീര് വീണ് നാട് കത്തുന്ന കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. കണ്ണകിയെ പവിത്ര കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പരിഹസിക്കാം. കണ്ണകിയുടെ കഥ അടിസ്ഥാനരഹിതമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ചിലരുണ്ട് നമുക്കിടയിൽ. തോറ്റംപാട്ടിൻ്റെ കഥ പറഞ്ഞാണ് അവർ കണ്ണകിയെ പരിഹസിക്കുന്നത്. കണ്ണകിമാർ അപശകുനങ്ങളാണ് എന്ന് വിധിക്കുന്നവർക്ക് മുന്നിൽ ഇപ്പോഴും ദേവീ ചൈതന്യം നിലനിൽക്കുന്നു എന്ന പച്ച പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം. പാണ്ഡ്യരാജ്യം മാത്രമല്ല, ദുഷ്ടമനസ്സുകൾ ഉള്ള ഇടങ്ങളൊക്കെ ദഹിക്കപ്പെടും എന്ന സന്ദേശമാണ് ചിലപ്പതികാരം നമുക്ക് നൽകുന്നത്. അധികാരത്തിൻ്റെ അഹന്തയിൽ ആരെയും ശാസിക്കാനും ശിക്ഷിക്കാനും തലവെട്ടാനുമൊക്കെ അധികാരമുണ്ടെന്ന് ധരിക്കുന്ന ഭരണാധികാരി താൻ നിശ്ചയിക്കും, താൻ പ്രഖ്യാപിക്കും, താൻ നടപ്പിലാക്കും എന്നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാജാവിനൊപ്പം നിന്ന് റാണിയുടെ കാൽച്ചിലമ്പ് തട്ടിയെടുത്ത തട്ടാൻ്റെ കഥയുമുണ്ട് ഈ ചിലപ്പതികാരം നമുക്ക് പറഞ്ഞു തന്നവയുടെ കൂട്ടത്തിൽ. ഇത്തരം തട്ടാന്മാർ കൊടുക്കുന്ന രഹസ്യ വിവരങ്ങളാണ് ഭരണാധികാരികൾക്ക് വേദവാക്യം. ചിലമ്പ് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കുമുണ്ട് എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ കണ്ണകിയുടെ ആർജവം. നിങ്ങളുടെ ചിലമ്പിൽ മുത്താണെങ്കിൽ എൻ്റെ ചിലമ്പിൽ മാണിക്യമാണ് എന്നവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. കോവാലൻ്റെ തല ഛേദിക്കുന്നതിന് മുൻപ് അയാൾ നിരപരാധിയാണ് എന്ന് തോന്നുന്നു, കണ്ടിട്ട് ഒരു കള്ളനല്ല എന്ന് മനസ്സു പറയുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ഭടൻ്റെ മനസ്സ്. എന്നാൽ തൻ്റെ കടമ ആജ്ഞ നിർവഹിക്കലാണ്, അത് ചെയ്തില്ലെങ്കിൽ സ്വന്തം കഴുത്തുപോകും എന്ന് തിരിച്ചറിഞ്ഞ ഭടൻ പിന്നീട് ഒരു വാക്കുരിയാടാതെ കോവാലൻ്റെ തല ഛേദിക്കുന്നു. ഭരണാധികാരിയുടെ ആജ്ഞയ്ക്ക് മുന്നിൽ അരുതാത്തത് ചെയ്യാൻ വിധിക്കപ്പെട്ട ഭടൻ. കണ്ണകി കഥയിൽ ചിലപ്പതികാരത്തിൽ പാണ്ഡ്യരാജാവ് വാസ്തവം തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ ചിലമ്പ് മുഴുവൻ മുത്തു നിറഞ്ഞതാണ് എന്ന് രാജാവ് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വിലപ്പെട്ട മാണിക്യമാണ് എൻ്റെ ചിലമ്പെന്ന് കണ്ണകി പറഞ്ഞു. സ്വത്തിൻ്റെ മൂല്യമല്ല, അവൾ തിരിച്ചറിവിൻ്റെ അടയാളമായിരുന്നു രാജാവിന് മുന്നിൽ നിരത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പതികാരം തുടർന്നു പറയുന്നത്: പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീണുപോയി പാണ്ഡ്യൻ, പിഴച്ചോ ധർമ്മം തൻ്റെ ചെങ്കോലും വളഞ്ഞുവോ, നീക്കുപോക്കില്ല ധർമ്മ ചക്രത്തിനുടൻ ധ്രുവൻ, ആ കുറ്റബോധത്താൽ സാധിച്ചു പ്രാണത്യാഗം. കണ്ണകിയുടെ കഥ ഒരു കാൽച്ചിലമ്പിൻ്റെ കഥയായി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. കണ്ണകി ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു. ആറ്റുകാൽ ദേവി ആ ചൈതന്യം പകരുമ്പോൾ കണ്ണകിയുടെ കഥ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയാകെ മുഴങ്ങി നിൽക്കുന്ന അമ്മേ എന്ന വിളി അന്തരീക്ഷത്തിൽ മനസ്സിൽ ഭക്തിയുടെ ജാലയായി ജനലക്ഷങ്ങൾ പൊങ്കാല ദിവ്യേദ്യം നൽകുന്നു. അനന്തപുരി ഒന്നാകെ ആറ്റുകാലമ്മയുടെ അമ്പലമുറ്റമാകുന്ന അപൂർവ കാഴ്ച. കോടി പ്രാർത്ഥനകളാണ് അവിടെ ഉയരുന്നത്. അഖിലാണ്ടേശ്വരിക്ക് മുന്നിൽ അർപ്പിക്കുന്ന നിവേദ്യം അത് ഭൂമിക്ക് വേണ്ടിയുള്ളതാണ്, മാനവർക്ക് വേണ്ടിയുള്ളതാണ്. കണ്ണകിയുടെ കഥ, ആറ്റുകാലമ്മയുടെ കഥ, അത് നമ്മുടെ ഹൃദയം നിറയ്ക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.